ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിനി വളയുണ്ടാക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് ഗുരു ബീഡ്സ് ഇല്ലെങ്കിൽ ലോറിയൽസ് എന്ന് പറയും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിങ്ക് കളർ. ഇതിൻ്റെ എല്ലാ കളറും അവൈലബിളാണ്. പിന്നെ നൈലോൺ ത്രെഡ്, ഇത് ഗോൾഡൻ ബീഡാണ്. ഇത് ബാംഗിൾ ബേസ്. ഇത് 24, 26, 28, 210 അവൈലബിളാണ്. ഇത് നീഡിലും ത്രെഡിൽ ഞാൻ ഗമ്മ് പുരട്ടി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ കൈയെല്ലാം ഗമ്മായി വൃത്തികേടാവും. ഇത് ഗമ്മ്, ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കട്ടർ. നമുക്കിനി തുടങ്ങിയാലോ? ഞാൻ ഈ ബാംഗിൾ ബേസാണ് യൂസ് ചെയ്യുന്നത്. ഇത് നോർമൽ ബാംഗിൾ ബേസിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫാൻസിയാണ്. നന്നായിട്ടുണ്ടാവും കാണാൻ. ഇതിലാദ്യം മേളിലത്തെ ഹോളിൽ നിന്ന് താഴേക്ക് നീഡിലേറ്റി അടുത്ത ഹോളിലൂടെ മുകളിലേക്ക് കൊണ്ടുവരണം. മുകളിലേക്ക് കൊണ്ടുവന്ന് രണ്ട് സൈഡും കൂടെ കൂട്ടിക്കെട്ടണം. ഇങ്ങനെ കെട്ടിടുന്നത് അടിവശത്ത് കെട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കെട്ടിട്ട് കഴിയുമ്പോൾ അടിവശത്ത് കെട്ട് വരത്തില്ല. അടിവശത്ത് കെട്ട് വന്നാൽ നമ്മൾ ഗമ്മും കൂടെ പുരട്ടി കഴിയുമ്പോഴത്തേന് അത് നമ്മുടെ കയ്യിൽ കുത്തിക്കൊള്ളും. അതുകൊണ്ടാണ് മേൽവശത്ത് കെട്ടിടുന്നത്. അതിന് ശേഷം അത് ടൈറ്റാകാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ തന്നെ ഒരു ഹോളിലൂടെ ഇറക്കി അടുത്ത ഹോളിലൂടെ മേലെ ഏറ്റി കൊണ്ടുവരണം. ഇപ്പോൾ അത് ആ ത്രെഡ് നല്ല ടൈറ്റായി. ഇനി ആ ത്രെഡിലേക്ക് ലോറിയൽസ് കോർത്ത് കൊണ്ടുവരണം. അത് കൗണ്ട് ചെയ്തൊന്നും നമുക്ക് കോർക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു അളവ് വെച്ചിട്ട് കോർത്തെടുക്കണം. നമുക്ക് ഫസ്റ്റ് ഇടുന്നത് നമ്മൾ എത്ര ലെങ്ത്തിലാണോ ആ ലെങ്ത്തിൽ തന്നെ പിന്നെ ഒരു അപ്രോക്സിമേറ്റ് അളവ് നോക്കി കോർത്തെടുക്കണം. അത് കോർക്കുന്നത് കുറച്ച് പാടാണ്. എന്നാലും വള ചെയ്ത് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാ കളർ, അല്ലാതെ മൾട്ടി കളറിലൂടെ ചെയ്തെടുത്താൽ നന്നായിട്ടുണ്ടാവും. ഞാനിതിൻ്റെ ബ്ലാക്ക് കൂടെ ചെയ്തിരുന്ന ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട്. നന്നായിരുന്നു ബ്ലാക്ക്. കോർത്തെടുത്ത് ഇത്രയും കോർത്തെടുത്തതിന് ശേഷം ഞാൻ ഇത്രയും ലെങ്ത്തിൽ കോർത്തെടുത്തു. അതിനുശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ വള എങ്ങനെ ഉണ്ടെന്ന്. ഇത്രയും ലെങ്കിൽ കോർത്തെടുത്തതിന് ശേഷം ഗോൾഡൻ ബീഡിട്ട് വീണ്ടും അതേ ലെങ്ത്തിൽ ലോറിയൽസ് കോർത്തെടുക്കണം. ഇങ്ങനെ ഫുള്ളും റൗണ്ട് കോർത്തെടുക്കണം. എത്ര ലെങ്ത്ത് വേണോ അത്ര ലെങ്ത്തിൽ ലോറിയൽസ് ഗോൾഡൻ ബീഡ് അങ്ങനെ കോർത്ത് ആ വളയുടെ റൗണ്ട് ഫുള്ളാകുന്ന പോലെ കോർക്കണം. കോർത്ത് ലാസ്റ്റ് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് സ്പേസ് വിട്ടിട്ട് വേണം ഗോൾഡൻ ബീഡ് കോർക്കാൻ. വളയുടെ ലെങ്ത് എത്രയാണോ അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറച്ച് ഗോൾഡൻ ബീഡിട്ട് ആ ഹോളിലൂടെ താഴേക്ക് ഇറക്കണം. താഴേക്ക് ഇറക്കി കഴിഞ്ഞ് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗോൾഡൻ ബീഡ് ആ ലോറിയൽസിനോട് ചേർന്ന് വരും. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫുള്ളും കെട്ടി വന്ന് കഴിയുമ്പോഴത്തേനും കുറച്ച് ബീഡ്സ് അധികമായിട്ട് വരും. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കുറച്ച് ലോറിയൽസ് കോർത്തെടുക്കാൻ പറഞ്ഞത്. ഇനി ഓരോ ഹോളിലും നമ്മൾ ആ ലോറിയൽസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോളിനകത്തൂടെ കയറ്റി ഓപ്പോസിറ്റ് സൈഡിൽ അതേ ഹോളിലൂടെ തിരിച്ചിറക്കി ടൈറ്റ് ചെയ്യണം. അങ്ങനെ ഫുള്ളും റൗണ്ട് തയ്ച്ചെടുക്കണം. ഇത് കേട്ടോ, ഒരു ഹോളിനകത്തൂടെ കയറ്റി ഓപ്പോസിറ്റ് സൈഡിൽ അതേ ഹോളിലൂടെ ലോറിയൽസിനെ ചുറ്റി അതേ ഹോളിലൂടെ തിരിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ത്രെഡിൽ ഗം പുരട്ടി കൊടുക്കണേ. അപ്പം ഒന്നുകൂടെ ടൈറ്റ് ആവും. ഇല്ലെങ്കിൽ നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ലൂസാവും. ഗം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ത്രെഡ് ഒന്നും കൂടെ ടൈറ്റ് ആവും. നല്ല ടൈറ്റായിട്ടിരിക്കും നമ്മൾ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ത്രെഡിൽ ഗം അപ്ലൈ ചെയ്യുന്നത്.
മനസ്സിലായോ എങ്ങനെയാന്ന്? ഒരു ഹോളിലൂടെ ഉള്ളിലേക്ക് കയറ്റി ലോറിയൽസിനെ ചുറ്റി ഓപ്പോസിറ്റ് സൈഡിലൂടെ അതേ ഹോളിലൂടെ തിരിച്ചിറക്കണം. അപ്പോൾ ലോറിയൽസ് ടൈറ്റ് ആവും. മനസ്സിലായില്ലേ? കാണുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന്? ഇതുപോലെ ഫുള്ളും അത് റൗണ്ട് ഫുള്ളും തയ്ച്ചെടുക്കണം. എല്ലാ ഹോളിലൂടെയും അങ്ങനെ തന്നെ തയ്ച്ചെടുക്കണം. ഒരേമാതിരി തയ്ച്ചെടുക്കണം. റൗണ്ടിലും തയ്ച്ചെടുത്തു. എല്ലാ ഹോളിലൂടെ തയ്ച്ചെടുത്തു ഞാൻ. നന്നായിട്ട് ടൈറ്റായി, വള നന്നായിട്ട് ടൈറ്റായി. അതിനുശേഷം ലാസ്റ്റ് വരുമ്പം അത് നമ്മൾ നോട്ടിടണം. നോട്ടിടുന്നത് നമ്മൾ ഉള്ളിലൂടെ ഏറ്റി വെളിയിൽ കൊണ്ടുവന്ന് തിരിച്ച് ഇറക്കി കൊണ്ടുവന്നതിന് ശേഷം അത് അവിടെ വെച്ച് തന്നെ നമ്മൾ നോർമൽ തയ്ച്ചിട്ട് എങ്ങനെയാണോ നോട്ടിടുന്നത് അതുപോലെ നോട്ടിടുക. 2 നോട്ടിടുക ടൈറ്റായി. അതിനുശേഷം അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ആ നോട്ട് നല്ല ടൈറ്റായിട്ടിരിക്കും. പിന്നെ ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയുക. 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വള നല്ല നീറ്റായിട്ട് കിട്ടും. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ വള? നല്ല വളയല്ലേ? നന്നായിട്ടില്ലേ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാലേ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. നന്നായിട്ടില്ലേ വള? തിങ്ക് പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.